ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ബീറ്ററാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായി നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു മഷി തീർന്ന പെന്നാണ്. അതും പെന്ന് ചൂസ് ചെയ്യുമ്പോൾ ട്യൂബ്ലെസ് ആയിട്ടുള്ളൊരു പെൻ എടുക്കണം. ഇനി നമുക്കിതിൻ്റെ മുൻഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എക്സോ ബ്ലേഡ് വെച്ച് സിമ്പിളായി കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പരമാവധി വലിപ്പം കൂട്ടാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞങ്ങളത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ആ ഭാഗം വളരെ റഫായിരിക്കും. ആ റഫ് ഒന്ന് നമുക്ക് സ്മൂത്ത് ചെയ്തെടുക്കാൻ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് ഉരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു അലൂമിനിയത്തിൻ്റെ ഷീറ്റാണ്. ആ ഷീറ്റ് എടുത്തതിന് ശേഷം പ്ലസ് ഷേപ്പിൽ ഒരു മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് കെയർഫുള്ളായി കട്ട് ചെയ്യാം. ഇപ്പോൾ പ്ലസ് ആകൃതി കുറച്ച് വണ്ണം വേണം. വളരെ കനം കുറഞ്ഞു പോയാൽ അത് നന്നായി മിക്സ് ചെയ്യാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് കെയർഫുള്ളായി കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു പഴയ കത്രിക ആയിരിക്കണം എടുക്കേണ്ടത്. പുതിയ കത്രിക ആണെങ്കിൽ പിന്നെ ആ കത്രിക ഒന്നിനും കൊള്ളുന്നതല്ല. അതിൻ്റെ മൂർച്ചമെല്ലാം നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ കെയർഫുള്ളായി കട്ട് ചെയ്യാം. ഞങ്ങൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ കൃത്യം സെൻറ്ററിൽ ഒരു ഹോൾ ഇടണം. അപ്പോൾ നമ്മൾ കത്രിക ഉപയോഗിച്ച് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹോള് ഒരു സ്ക്രൂ കടക്കാൻ പാകത്തിനുള്ള ഒരു ഹോൾ മാത്രം മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പെന്നിൻ്റെ മുകളിൽ അത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ സ്ക്രൂ ഇത്തിരി വലുതായതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ട് നന്നായി തിരിച്ച് ടൈറ്റ് ചെയ്യും. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ലീഫുകൾ രണ്ട് ഓപ്പോസിറ്റ് ലീഫുകൾ ഒരേ ഡയറക്ഷനിലും മറ്റേ രണ്ട് ലീഫുകൾ ഇപ്പോൾ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുമായി മടക്കാം. അപ്പോൾ നമ്മളുടെ ബീറ്ററിൻ്റെ ലീഫ് റെഡിയായി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ സർക്യൂട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടതൊരു DC മോട്ടറാണ്. ആ മോട്ടറിൻ്റെ രണ്ട് ലീഡിലും വയറുകൾ കണക്ട് ചെയ്യാം. അപ്പോൾ പോസിറ്റീവിന് റെഡും നെഗറ്റീവിന് മഞ്ഞയുമാണ് ഞാൻ അവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ബാറ്ററി ക്ലിപ്പ് എടുത്ത് അതിലുള്ള നെഗറ്റീവും മോട്ടറിലുള്ള നെഗറ്റീവും കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ പോസിറ്റീവും കൂട്ടി കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ റെഡ് കളർ വയറിൻ്റെ ഇടയ്ക്ക് ഒരു സ്വിച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്ലസ് ബട്ടൺ സ്വിച്ചാണ്. അപ്പോൾ ഇതിന് 4 ലെഗുകൾ ഉണ്ടാവും. അതിൽ ക്രോസ് ആകൃതിയിലുള്ള 2 ലെഗിലാണ് സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ റെഡ് കളർ വയറിലാണ് സോൾഡർ ചെയ്യുന്നത്. സോൾഡർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഉണ്ടാക്കിയ ഈ സർക്യൂട്ട് ഒരു കേസിനുള്ളിൽ അടച്ചു വെക്കണം. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു PVC പൈപ്പാണ്. അപ്പോൾ PVC പൈപ്പിൻ്റെ മുകളിൽ ഒരു ചെറിയ ദ്വാരം ഇടുക. ഒരു 2 വയറുകൾ കടക്കാനുള്ള പാകത്തിന് മാത്രം മതി. ഹോൾ വലുതാവരുത്. അപ്പോൾ സോൾഡറിംഗ് ഗൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഹോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പി പൈപ്പിച്ചും ചെയ്യാം. ഇതുപോലെ സ്വിച്ച് പുറത്തേക്ക് എടുത്ത് 2 സൈഡിലായി മോട്ടറും കണക്ടറും ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു സ്വിച്ച് ആ PVC പൈപ്പിൽ ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ ഞാനിവിടെ ഫെവിബോണ്ട് പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അല്പം അപ്ലൈ ചെയ്ത് ഒട്ടിക്കാം. ഇനി നമുക്ക് നമ്മളുടെ DC മോട്ടർ PVCയിൽ കയറ്റി നോക്കാം. ഇപ്പോൾ ചെറിയൊരു ലൂസുണ്ട്. അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സെല്ലോ ടേപ്പ് അതിൻ്റെ ചുറ്റും ചുറ്റിയതിന് ശേഷം വെച്ച് നോക്കാം.
ഇപ്പോൾ സെല്ലോ ടേപ്പ് മൊത്തം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊന്ന് ഇറക്കി വെച്ച് നോക്കാം. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല ടൈറ്റുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തവ ലൂസുണ്ടെങ്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ ബീറ്ററിൻ്റെ എൻജിന് ഒന്ന് സപ്ലൈ കൊടുക്കാം. ഇപ്പോൾ 9 വോൾട്ട് ബാറ്ററിയിലാണ് ഞാനിവിടെ സപ്ലൈ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 9 വോൾട്ടിൻ്റെ അഡാപ്റ്ററും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. ഇനി ബാറ്ററി ഉള്ളിലേക്ക് ഇടുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ ലീഫ് അതിന്മേൽ കണക്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ ആ സ്വിച്ച് ഒന്ന് ഞെക്കി നോക്കാം, ഇത് വർക്കിംഗ് ആണോ അതോ അല്ലേ എന്ന്. ഇനി നമുക്ക് നമ്മളുടെ ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, ഇത് വർക്കിംഗ് ആണോ അതോ അല്ലേ എന്ന്. അത് നല്ല സിമ്പിളായിട്ട് കറങ്ങുന്നുണ്ട്, വളരെ ഫാസ്റ്റുമുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബീറ്ററിൻ്റെ പണി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം. ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ കിട്ടാൻ ഞങ്ങളുടെ 54 ടെക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.